നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈൻ തെരുവത്ത്, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ എക്സ് മുസ്ലിം യുക്തിവാദി, അങ്ങനെ പല പട്ടങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പ്രേക്ഷകരോട് ഞാൻ പങ്കുവച്ച ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു സംഭവം ആരിഫ് ഹുസൈൻ തെരുവത്തിൻ്റെ ലണ്ടൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ്, അതിന് ശേഷമുണ്ടായ ചില സംഭവങ്ങളാണ്. ആ വീഡിയോയിൽ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു, ലണ്ടൻ സംഭവത്തെക്കുറിച്ചും ആരിഫിനുമായിട്ട് നമുക്ക് സംവദിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചും ആരിഫിൻ്റെ സമയമനുസരിച്ച് നേരിട്ട് തന്നെ അദ്ദേഹവുമായി ചോദ്യോത്തരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം കാര്യങ്ങളെന്ന്. ആ വാക്ക് ഇപ്പോൾ തത്വമയി ന്യൂസ് പാലിക്കുകയാണ്. ആരിഫ് ഹുസൈൻ തെരുവത്തിന് നമ്മുടെ ദൗർഭാഗ്യവശാൽ സ്റ്റുഡിയോയിൽ എത്തിച്ചേരുവാൻ സാധിച്ചിട്ടില്ല. കാരണം നാളെ അദ്ദേഹത്തിൻ്റെ കോയ കോളിംഗ് പരിപാടിയുടെ വാർഷിക ആഘോഷമാണ്. അതിൻ്റെ തിരക്കിലുമൊക്കെയാണ്. പിന്നീട് ഇപ്പോൾ വളരെ അടുത്ത് ലണ്ടനിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ ഫോണിൽ അദ്ദേഹവുമായിട്ട് ദീർഘനേരം ഒരു അഭിമുഖ സംഭാഷണം തന്നെ നടത്തുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സമയം തിരക്കേറിയതായതുകൊണ്ടാണ് ഭാഗ്യമെന്ന് ഞാൻ പറയുന്നത്. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, ഈ ആമുഖം ചിത്രീകരിക്കുന്നത് ആ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പ്രേക്ഷകരോട് വ്യക്തമായി പറയുന്നു, ഇത് ഒരു ചോദ്യോത്തരങ്ങളാണ്, ചോദ്യോത്തരങ്ങൾ മാത്രമാണ്. തത്വമയി ന്യൂസിൻ്റെ വ്യക്തിഗതമായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെയോ തത്വമയി ന്യൂസിൻ്റെയോ വ്യക്തിപരമായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ആശയങ്ങളൊന്നും ഇതിൽ ചർച്ചയ്ക്ക് വെച്ചിട്ടില്ല. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആരിഫ് ഹുസൈൻ അദ്ദേഹത്തിൻ്റെ ഭാഗം പറയുന്നു, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ മനോഭാവങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം സുദീർഘമായൊരു ചർച്ചയാണ്. ഏതാണ്ട് 40 മിനിറ്റോളം നീളമുള്ള ഒരു ചർച്ചയാണ് ഈ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആശയങ്ങൾ ഇതിൽ വരുന്നില്ല, ആരിഫ് ഹുസൈൻ്റെ ആശയങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അത്തരത്തിലൊരു വാക്ക് ഞാൻ അദ്ദേഹത്തിന് തുടക്കത്തിൽ തന്നെ കൊടുത്തിരുന്നു. കാരണം ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത് ഉണ്ടാവില്ല, ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ വാക്ക് പാലിക്കുവാൻ സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമുക്ക് നേരെ ആരിഫ് ഹുസൈനിലേക്ക് പോകാം. ആ ഫോണിൽ നടന്ന അഭിമുഖ സംഭാഷണം ഒന്ന് കേൾക്കാം. ചോദ്യോത്തരങ്ങളാണ്, ഒന്ന് കേൾക്കാം. ഫോണിൽ അഭിമുഖമെന്ന് പറയുവാൻ പാടില്ല, കാരണം മുഖാമുഖം കണ്ടിട്ടില്ലെങ്കിലും എന്നാലും അഭിമുഖ സംഭാഷണം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ തമാശയായിട്ട് പറയാം. പക്ഷേ ഫോൺ സംഭാഷണത്തിലേക്ക് നമുക്കൊന്ന് പോകാം, കേട്ടു നോക്കൂ. ഔപചാരികമായിട്ട് തന്നെ ചോദിക്കാം, എന്താണ് സംഭവം? ഓക്കെ, അതായത് ഞാൻ ആദ്യമേ പറയുന്ന ഒരു കാര്യം, ഈ വിഷയം ഇതിപ്പോ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് ഒരു വീഡിയോ കണ്ടിട്ടാണ്. അവിടെ നിന്നും നടന്ന ഒരു സംഭാഷണത്തിന്റെ ഒരു സ്പീക്കേഴ്സ് കോർണർ എന്ന് പറയുന്ന സ്ഥലം ലണ്ടനിലുള്ള ഒരു സെൻട്രൽ ലണ്ടനിലുള്ള ഒരു സ്ഥലമാണ്. അത് നമ്മൾ അനുകരിക്കേണ്ട ഒരു മാതൃകയാണെന്നാണ് ഞാൻ പറയാം. അതായത് അവിടെ ആർക്ക് വേണമെങ്കിലും വന്ന് നിന്ന് സംസാരിച്ച് നിങ്ങളുടെ ഭാഗം പറയാം. അവിടെ ഒരു ജനാധിപത്യപരമായ ഒരു വേദിയായിട്ട് അതിനെ നിലനിർത്തുന്നു, ഡിബേറ്റ് ചെയ്യാം. ഇതാണ് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ. ഇത് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന UK-യിലുള്ള ലണ്ടനിലുള്ള ഈ സ്പീക്കേഴ്സ് കോർണർ എന്ന് പറയുന്നത്. അപ്പോ ഇത് നമ്മളൊക്കെ പല ആളുകളും അവിടെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ നമ്മളത് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ യാത്രയുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക് പൊളിറ്റിക്സ് കുട്ടിച്ചോറാക്കിയിട്ടുള്ള രാജ്യങ്ങൾ കാണുക എന്നുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അതിന്റെ ഒരു തുടക്കമാണ്. അതുപോലുള്ള മറ്റു പല രാജ്യങ്ങളും സന്ദർശിക്കാൻ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു തുടക്കം UK എന്നാവട്ടെ എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. അപ്പൊ അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ചെല്ലുമ്പോൾ അവിടെ കാണേണ്ട, സാധാരണ ആളുകൾ പോകുമ്പോൾ കാണുന്നത് ഇപ്പൊ ലണ്ടൻ ബ്രിഡ്ജ് കാണുന്നു അല്ലെങ്കിൽ മറ്റേ പലതും കാണുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം കാണേണ്ട സ്ഥലം ഈ പറയുന്ന സ്പീക്കേഴ്സ് കോർണർ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിന്റെ കാരണം അത് ഇങ്ങനെ ഒരു റെലവൻസ്, ഒരു ജനാധിപത്യം എന്ന് പറയുന്ന പ്രോസസ്സിൽ വലിയ റെലവൻസ് ഉള്ള ഒരു വേദിയാണ് ഈ പറയുന്ന സ്പീക്കേഴ്സ് കോർണർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ ഇസ്ലാമിക ദഅവ ഗ്യാങ്ങുകൾ നിരന്തരം വന്നു നിന്നുകൊണ്ട് ഇതുപോലെ കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് ഇന്നിപ്പോ ക്രിസ്ത്യൻ പാസ്റ്റർമാരും കൂടി കടന്നു ചെന്നുകൊണ്ട് അങ്ങനെ ഒരു കൗണ്ടർ ബാലൻസ് അവിടെ വരികയും അവർക്ക് വലിയ തോതിൽ അവിടെ ഇടിവ് സംഭവിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിക് ജിഹാദി ദഅവ ഗ്യാങ്ങുകൾക്ക്. അപ്പൊ അങ്ങനെ ഒരു വേദിയാണെന്ന് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടി തന്നെയാണ് പോയത്. അപ്പൊ അവിടെ നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ട്, അവിടെ നിന്നുകൊണ്ട് നമ്മളൊരു എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സംഭാഷണം ഒപ്പിക്കണം എന്നുള്ളതും നമ്മുടെ മനസ്സിലുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതിന്റെ ലക്ഷ്യം ഈ ഒരു എക്കോ ചേംബറിലേക്ക്, ഈ ഔട്ട്സൈഡ് ഇന്ത്യ ഉള്ള ഈ ദഅവ ഗ്യാങ്ങിന്റെ ആ ഒരു എക്കോ ചേംബറിലേക്ക് നമുക്ക് ഒരു എൻട്രി സാധ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. സ്വാഭാവികമായിട്ടും ഒരു വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, അതൊരു റാൻഡം ക്യാച്ചാണ്. പറയുന്നതിൽ നിന്നും എന്തെന്നും ആവാം ഒരു വിഷയമായിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓപ്പൺ ഒരു ഡിബേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും നമ്മളൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇസ്ലാമിലൊരു കോർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നമ്മൾ അവിടെ ഒരു ചോദ്യമായിട്ട് വെക്കുന്നത്. ആ ചോദ്യം എന്ന് പറയുന്നത്, ഇസ്ലാമിൽ ഈ നന്മ എന്ന് പറയുന്ന സാധനം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉസ്താദുമാര് പഠിപ്പിക്കുന്ന വേളയിൽ, പള്ളികളിലും ദർസുകളിലും അതുപോലെ മദ്രസകളിലൊക്കെ വിശ്വാസികളെയും കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന വേളയിൽ അവര് അള്ളാഹുവിനല്ലാതെ വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല എന്ന ആ ഒരു തൗഹീദിന്റെ ആശയം,
അത് പ്രചരിപ്പിക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ആ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു ബോധമുള്ള ഒരു മനുഷ്യന് ഒരിക്കലും പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതായത് അവര് ചോദിക്കുന്ന ഉദാഹരണം, ചോദ്യമായിട്ട് ചോദിക്കുന്നത് ഈ ഒരു ഉദാഹരണത്തിലൂടെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചാൽ പോലും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും, പക്ഷെ ശിർക്ക് ചെയ്താൽ, അതായത് അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അത് പുറത്തു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ആ ഒരു ഗൗരവം വിശ്വാസികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഉപയോഗിക്കുന്ന ചോദ്യമാണ് ഈ പറയുന്ന ഉദാഹരണമായിട്ട് അവർ വെക്കുന്നത്. അപ്പോ ഈ സാധനം തന്നെയാണ് ഞാനും അവിടെ പോയിട്ട് ചോദിക്കുന്നത്, അവിടെ കണ്ട ഒരു ദാവ പ്രവർത്തകൻ. അപ്പൊ അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഇസ്ലാമിൽ ഉമ്മയെ വ്യഭിചരിക്കുന്നതാണോ ഷിർക്കാണോ ഏറ്റവും വലിയ തിന്മ എന്ന് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അപ്പൊ ഈ ഒരു ചോദ്യം ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹിന്ദുവിനോട് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവൻ പറയും, ആ ദൈവത്തിനോട് പോയി പണി നോക്കാൻ പറയും, എനിക്ക് എന്റെ അമ്മയാണ് വലുതെന്ന് പറയും, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി പറയും, അല്ലെങ്കിൽ ഏത് മതമില്ലാത്തവനാണെങ്കിലും ഒക്കെ പറയുന്ന കാര്യം. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്, ഇത് ഇവിടുത്തെ മദ്രസയിലുള്ള കാര്യമാണ്. അപ്പൊ ഇതാണ് നമ്മൾ ചോദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പൊ ഇതിൽ അവർക്ക് ഒരു വലിയ ഉത്തരം മുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോ ഈ പറയുന്ന ആള് അപ്പുറത്തുള്ള ഈ ദാവ ഗ്യാങ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ അദ്നാൻ എന്ന് പറയുന്ന പാകിസ്ഥാനി ദാവ ഗ്യാങ്ങിന്റെ ആളായിട്ടുള്ള ആള് അപ്പുറത്തുണ്ടായിരുന്നു. അവര് ഇങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. ഇവിടെ ഒരാളുണ്ടെന്ന് അറിഞ്ഞല്ലോ, ഞങ്ങളുടെ ടീമിലുള്ള ഒരാളെ നിങ്ങൾ ഇങ്ങനെ ഉത്തരം മുട്ടിച്ചു എന്ന് അറിഞ്ഞു, അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് വരികയാണ്. അവിടെ നിന്നാണ് പിന്നെ അടുത്ത സംഭാഷണം തുടങ്ങുന്നത്, സെക്കൻഡ് പാർട്ട്. അപ്പൊ അതിൽ ഞാൻ ഈ ചോദ്യം അയാളോട് ആവർത്തിക്കുകയാണ്, ഈ പറയുന്ന ചോദ്യം. അപ്പൊ നമ്മൾ അവിടെ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ആ ചോദ്യത്തിൽ നിന്ന് വഴുതി മാറുന്നു, കാരണം ഉത്തരം പറയാൻ കഴിയില്ല. അയാൾ പറയുന്നു രണ്ടും ക്രൈമാണ് ഇപ്പൊ എനിക്കും അറിയാം, പക്ഷെ വലിയ ക്രൈം ഏതാണെന്നല്ലേ നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അത് ഉത്തരം പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. പകരം അവർ തിരിച്ചൊരു ചോദ്യം, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ യുക്തിവാദികൾ സ്വതന്ത്ര ചിന്തകരൊക്കെ അമ്മയും പെങ്ങളെയും പോയിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളാണ്, അതിനുവേണ്ടി മതം വിട്ടവരാണെന്നാണ് ഇവിടെ പറഞ്ഞു പരത്തുന്ന ഒരു കാര്യം. അപ്പൊ ഇത് നമ്മുടെ ഈ മലയാള മണ്ണിൽ അല്ലെങ്കിൽ ലോകത്ത് എവിടെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം ഏതെങ്കിലും മതം വിട്ടവന്റെ ആളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾ ഉണ്ടെങ്കിൽ അത് ഈ മുസ്ലിങ്ങൾ മാത്രമാണ്. അത് ഹിന്ദുക്കൾ ഹിന്ദു മതം വിട്ട ആളുകളോട് ചോദിക്കാറില്ല, ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനിറ്റി വിട്ട ആളുകളോട് ചോദിക്കാറില്ല, ജൂതന്മാരോട് ചോദിക്കാറില്ല, ഷിൻഡോ മതമോ ഏത് മതം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവരാരും അങ്ങനെ ചോദിക്കാറില്ല. മതം വിട്ട മതം വിട്ടു, അവന്റെ വഴിക്ക് പോട്ടെ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് എന്റെ ഉമ്മ പോലും എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ പറയുന്നത്. നീയൊക്കെ മതം വിട്ട് നടക്കണ ഇതിനു വേണ്ടിയല്ലേ എന്ന് പച്ചയ്ക്ക് എന്റെ മുഖത്ത് പോലും ചോദിച്ചിട്ടുള്ളതാണിത്. അപ്പോ ഇതൊരു വളരെ ഗൗരവമുള്ള വിഷയമാണ്, ഇങ്ങനെ ഒരു മോറൽ ഹൈ വെക്കുക എന്ന് പറയാം. അപ്പോ നമ്മൾ അവരുടെ മുന്നിലേക്ക് തിരിച്ചു വെക്കുന്ന ചോദ്യമാണ്, ശരി ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇസ്ലാമിൽ സ്വന്തം മകളെയും കല്യാണം കഴിച്ച് ഇതേപോലെ കാര്യങ്ങൾ നടത്താം എന്നുള്ള അധ്യാപനമില്ലേ എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് മുന്നിലാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണുക, കാരണം അവിടെ രംഗം വഷളാവാണ്. അപ്പൊ ആ രംഗം വഷളാവുക എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇസ്ലാമിൽ അതിന് തെളിവുണ്ട് അങ്ങനെ ഇല്ലേ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഖുർആനിൽ എന്നുള്ള വാക്ക് അവിടെ വരുന്നില്ല. അപ്പൊ അയാൾ ഇങ്ങോട്ട് പറയുന്നുണ്ട് ഖുർആൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തിരുത്തുന്നുണ്ട്, ഖുർആനല്ല ഇസ്ലാം എന്ന് ഞാൻ തിരുത്തുന്നുണ്ട്, അതുപോലെ ഫിഖ് എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഓഡിയോ എന്റെ കയ്യിലുണ്ട്. പിന്നെ ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ അവസാനമൊക്കെ ആവുമ്പോഴേക്കും അഗ്രഷൻ കൂടി വയലന്റ് ആവുന്നു. അപ്പൊ നമ്മുടെ കൂടുതൽ ആളുകൾ പറയുന്നുണ്ട് ഇവിടുന്ന് രംഗം വഷളാവുന്നുണ്ട്, നമ്മുടെ ബാക്കിലൊക്കെ നിൽക്കുന്ന ചെറിയ പിള്ളേരൊക്കെ ഉണ്ട്, അവരൊക്കെ വന്ന് നിന്ന് പച്ചത്തെറിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിൽ, അത് നമുക്ക് കേൾക്കാലോ. അപ്പോ രംഗം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് ഇതിനു മുന്നേ ഈ സ്പീക്കേഴ്സ് കോർണർ ഇത്രമാത്രം ഒരു ജനാധിപത്യപരമായ ഡിബേറ്റ്സിന് ഉള്ള വേദി ആയിരിക്കെ അവിടെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഹത്തുൻ താഷ് എന്നൊക്കെ പറയുന്ന എക്സ് മുസ്ലിം ആയിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് നേരെ ഇതുപോലെ കൊലവിളി നടത്തുകയും കത്തിക്കുത്ത് വരെ നടത്തിയിട്ടുള്ള ആളുകളാണ് അവിടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലമാണ് ഈ സ്പീക്കേഴ്സ് കോർണർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ജീവനിൽ നമുക്കൊരു കരുതലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വിസിറ്റിംഗ് വിസയിൽ പോയതുകൊണ്ട് ഇല്ലീഗലായി എന്തെങ്കിലും ഒരു സംഭവമാണ് എന്ന് വന്ന് നമുക്കൊരു ട്രാവൽ ബാൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പുലിവാലാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊക്കെ കരുതി തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതൽ ആളുകൾ നമ്മളോട് പറയുന്നുണ്ട് രംഗം വഷളാവുന്നു, അപ്പോൾ ഇത് ഇവിടുന്ന് നമ്മൾ മാറണം എന്ന് നമ്മളോട് പറയുമ്പോൾ മാറാൻ വേണ്ടി ശ്രമിക്കുന്ന വീഡിയോ ആണ് ഇവര് നമ്മൾ ഓടി ഒളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പൊ എന്ത് തന്നെ ആയാലും നമ്മൾ അവിടെ ഉന്നയിച്ച ചോദ്യവും അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സാധനം ചർച്ചാ വിഷയമാക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന അമ്മയും പെങ്ങളും ബോധിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന പരിപാടി ചെയ്യുന്നത് മതം വിട്ടവർ എന്ന് പറയുന്നത്, അതിന്റെ ആ ഒരു ഫ്യൂസ് ഊരുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. അതിവിടെ വളരെ ഭംഗിയായിട്ട് സാധിച്ചു എന്ന് മാത്രമല്ല, ഇന്നിപ്പോ ഈ വിഷയം കേരളത്തില് ലോകത്തെല്ലാം ചർച്ചയായിരിക്കുകയാണ്. ആ ചർച്ചയായതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അവർ തമ്മിലടിയാണ്. അപ്പൊ അത് ഖുറാനിലല്ല, അത് മറ്റേ ഫിഖിലാണുള്ളത് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നമ്മുടെ ചോദ്യം ഇന്നത്തെ കാലത്ത് ഈ 21-ാം നൂറ്റാണ്ടിൽ സ്വന്തം മകളെ കല്യാണം കഴിച്ച് ഇതുപോലെ ചെയ്യാമോ എന്നത് ഒരു ചർച്ചയാവുന്ന ഒരു ഗതികേട്, ഇതാണ് പ്രശ്നം.
അതിലൊരു രണ്ട് അഭിപ്രായം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഒരു മതത്തിന്റെ മുന്നിൽ. അതെ ഇതൊരു വലിയ പ്രശ്നമുണ്ട്. എന്താണ്, ഒറ്റ സ്വരത്തിൽ പറയാൻ നമുക്ക് കഴിയേണ്ട കാര്യമല്ലേ, പറ്റില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ നമ്മൾ തള്ളിയിരിക്കുന്നു എന്ന് പറയേണ്ടതിന് പകരം ഷുഹൈബുൽ ഹൈതബിയെ പോലെയൊക്കെയുള്ള വലിയ പണ്ഡിതർ അവരൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്താണ്, അതിനുള്ള യുക്തിപരവും സാമൂഹികവും മതപരവുമായ ന്യായങ്ങളുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അനുകൂലിക്കുന്ന നിലപാടുകളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ സാധനം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളും പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ഇത് തീർച്ചയായിട്ടും കിതാബിലില്ലാത്ത കാര്യങ്ങളല്ല. പിന്നെ ഖുർആാനിലുണ്ട് എന്ന് നമ്മൾ അവസാന ഘട്ടമൊക്കെ ആകുമ്പോൾ ഈ ഒരു അഗ്രഷന്റെ ഭാഗമായിട്ടുള്ള ആ വയലന്റ് ആ ഒരു മോബിനിടയിൽ നിന്നുകൊണ്ട് ഒച്ചയും ബഹളത്തിനിടയിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ സംഭവിച്ചത് അത് ഒറ്റനോട്ടത്തിൽ തെറ്റാണെന്ന് തോന്നുമെങ്കിലും ടെക്നിക്കലി അത് ശരി തന്നെയാണ്. കാരണം ഇതിന്റെ ആയത്ത് കിടക്കുന്നത് ഖുർആാനിലെ ഫുർഖാൻ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്, 25-ാമത്തെ സൂറത്ത്. അതിന്റെ 54-ാമത്തെ സൂക്തത്തിന്റെ തഫ്സീറിലാണ് സത്യത്തിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്. ഖുർത്തുബി പോലെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള തഫ്സീറുകളിൽ അത് പറയുന്നുണ്ട്. അപ്പോ ഇത് ഖുറാനിന്റെ തന്നെ ഭാഗമായിട്ടുള്ളതാണ് ഈ തഫ്സീർ എന്ന് പറയുന്നത്. കാരണം തഫ്സീർ വെച്ചുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ നമ്മളിവിടെ പറയുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞപ്പോ നിസ്കരിക്കുന്നു മുസ്ലിങ്ങൾ, നിസ്കരിക്കാൻ എത്ര 5 വക്ത് നിസ്കരിക്കണം എന്ന് ഖുറാനിലില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇവര് അറ്റം കണ്ടിക്കുന്നു, നമ്മളെ സുന്നത്ത് കർമ്മം, അത് എവിടെ ഖുറാനിൽ എവിടെ ഉള്ളത്? ഇല്ല. പക്ഷെ അത് വലിയ കാര്യമായിട്ട് അവർ ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതൊന്നും ഖുറാനിൽ കാണില്ല. ഹജ്ജ് ചെയ്യാൻ പറയുന്നു, എവിടെ ഹജ്ജ് എങ്ങനെ ചെയ്യണമെന്ന് ഖുറാനിലുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഖുറാനിലുണ്ട് എന്ന്, അല്ലെങ്കിൽ ഖുറാനിൽ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാ കാര്യം ഖുറാനിലുണ്ട്, ഇതില്ലാത്തത് കൊണ്ട് ഇതില്ല എന്ന് പറയുന്ന ഒരു കാപട്യമാണ് അവിടെ ഇറക്കുന്നത്. ഒരു PR തന്ത്രം മാത്രമാണ്. അപ്പൊ അതിലൊക്കെ ഇവിടുത്തെ വിശ്വാസികൾ വീണു പോവാണ്. അങ്ങനെയല്ല, ഖുറാനിൽ പല കാര്യങ്ങൾ പറയാത്തത് നിങ്ങൾ ചെയ്യുന്നുണ്ട്, പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യാൻ കൊള്ളാത്തതായത് ഒളിപ്പിച്ച് വെച്ചിട്ടുമുണ്ട്. ഇപ്പൊ 4 പേരെ കെട്ടുക എന്നൊക്കെ പറയുന്നത് ഇന്ന് വിശ്വാസികൾക്ക് തന്നെ തോന്നുന്ന കാര്യമാണ്, അയ്യ എന്ന് തോന്നുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അടിമയെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര അടിമയെ നിങ്ങൾക്ക് ഇണയായിട്ട് വെക്കാം എന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കാതെ തന്നെ നിങ്ങൾക്ക് കൊണ്ട് നടക്കാം എന്ന് ഖുറാനിലുണ്ട്. ഭർത്താക്കന്മാര് ജീവിച്ചിരിക്കെ തന്നെ അടിമകളെ നിങ്ങൾക്ക് അവിടെ അവരെ ബലാത്സംഗം ചെയ്യാം എന്ന് പച്ചയ്ക്ക് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതൊന്നും വിശ്വാസികൾ എടുക്കുവോ? ഇല്ലല്ലോ. അവർക്ക് തന്നെ അയ്യെന്ന് തോന്നും. അപ്പൊ ഇതൊക്കെ അവിടെ ഉള്ളപ്പോഴാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഈ ഒരു വിഷയം സ്വന്തം മകളുടെ കാര്യം പറയുമ്പോഴാണല്ലോ പ്രശ്നം. സ്വന്തം മകള്, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇതുപോലെ വ്യഭിചാരത്തെ ഇസ്ലാം തള്ളി എന്നൊക്കെ പറഞ്ഞാണ് ഇതിനെ മറ്റൊരു രീതിയിൽ വെളുപ്പിക്കുന്നത്. വ്യഭിചാരത്തെ ഇസ്ലാം ബ്ലാങ്കറ്റ് ആയിട്ട് തള്ളിയിട്ടില്ല. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ വ്യഭിചരിക്കുന്നത് മാത്രമാണ് തള്ളിയിട്ടുള്ളത്. കാഫിറുകളെ പിടിച്ച് നിങ്ങൾക്ക് വ്യഭിചരിക്കാം, അടിമകളാക്കി പിടിച്ച് വ്യഭിചരിക്കാം എന്ന് തന്നെയാണ് പച്ചയ്ക്ക് ഖുറാനിൽ ഇപ്പോഴും ഉള്ളത്. ഇതൊക്കെ ചാലഞ്ച് ചെയ്യുന്ന ഘട്ടം വന്നാൽ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ചർച്ചയാവാം. അതാണല്ലോ അതിന്റെ ഒരു രീതി. അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ തെളിവ് എടുക്കാൻ ആളുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇതാണ് സംഭവിച്ചത്. അപ്പോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതുപോലെ ഈ ഒരു വിഷയം ചർച്ചയാക്കുക, കാലങ്ങളായിട്ട് ഇവിടെയുള്ള ഇത്തരത്തിലുള്ള വളരെ തെറ്റായിട്ടുള്ള യുക്തിവാദികളെ നേരിടുന്ന മതവാദികളുടെ ഈ ഒരു നിലപാടിനെ തിരുത്തുക, അത് പറയാനുള്ള അവസരം ഇനി നിഷേധിക്കുക എന്ന് വെച്ചാൽ അതിന്റെ മൊന ഒടിച്ച് അതിന്റെ ആ ഫ്യൂസ് നമ്മൾ ഊരി വിട്ടിരിക്കുകയാണ്. ഇനി അവർക്ക് ഒരിക്കലും തന്നെ യുക്തിവാദികളൊക്കെ സ്വന്തം അമ്മയും പെങ്ങളെ പൂശാൻ വേണ്ടി നടക്കുന്നവരല്ലേ എന്ന് ചോദിക്കാനുള്ള ആംബിയർ ഇല്ല. തീർച്ചയായിട്ടും അതോടുകൂടി അസ്തമിച്ചിരിക്കുന്നു. അതിന്റെ കഥ നമ്മൾ കഴിച്ചു എന്ന് തന്നെ ഞാൻ അഭിമാനപൂർവ്വം പറയുന്ന കാര്യം. ഒരു മറുവശം ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടത്, ഈ താങ്കൾ ഇത് ലണ്ടനിൽ സ്പീക്കേഴ്സ് കോർണറിൽ താങ്കളുടെയും അദ്നാന്റെയും ഇടയിലും അല്ലെങ്കിൽ കുറച്ച് ബഹളമുണ്ടാക്കിയ ആളുകളുടെ ഇടയിൽ മാത്രം ഒതുങ്ങേണ്ടിയിരുന്നൊരു കാര്യം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർ തന്നെ വലിച്ചു വാരിയിട്ട് അലക്കി ആകെ പ്രശ്നമായിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ മലയാളികളുടെ കാര്യം, കേരളത്തിലെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇത് തോന്നേണ്ട കാര്യം, ഇത് അങ്ങനെ എത്തുമെന്ന് എനിക്ക് അവിടെ നിന്ന് അറിയാലോ. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഇതിന് മുന്നേ നടക്കുന്ന അങ്ങനത്തെ അല്ലേ? നമ്മൾ ഏത് സംവാദം നടക്കുമ്പോഴും അങ്ങനെയല്ലേ കാണുന്നത്? അപ്പൊ ഇതിന് മുന്നേ അടിമകളെ വെക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചയും അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോ അങ്ങനെ ഒരു ചർച്ച നടത്താനുള്ള ധൈര്യമൊന്നും മുസ്ലിങ്ങൾക്കില്ല. തീർച്ചയായിട്ടും. കാരണം അതിന്റെ മൊനയും നമ്മൾ അങ്ങനെ തന്നെയാണ് ഒടിച്ചത്. ഇസ്ലാമിൽ അടിമത്തം ഇപ്പോഴും ഉണ്ടെന്നും അടിമകളെ ഭോഗിക്കാമെന്നും പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുത പുറത്ത് ഇതേപോലെ ചർച്ച വിഷയമാക്കിയത് നമ്മൾ തന്നെയാണ്. ഇപ്പൊ സുന്നത്ത് കർമ്മം അത് ഇതേപോലെ വലിയ മെഡിക്കലി ബെനിഫിറ്റ് ഉള്ള സാധനമാണെന്ന് തള്ളിമറിക്കാൻ ഇവർക്ക് ഇപ്പൊ സാധിക്കില്ല. അതിന്റെ മൊന ഒടിച്ചത് നമ്മൾ തന്നെയാണ്. മദ്രസ പീഡനം, ഇന്ന് മദ്രസ പീഡനം നടക്കുമ്പോൾ ഉസ്താദുമാരുടെ ഏറ്റവും വലിയ പേടി ഇത് നമ്മൾ അറിയുന്നുള്ളതാണ്. അല്ലാതെ ഇവിടുത്തെ പോലീസിനെയും പട്ടാളത്തെയോ പോക്സോ നിയമത്തെയോ അവർക്ക് ഭയമില്ല. അവര് ചിന്തിക്കുന്ന ഇതെങ്ങാനും നമ്മളെ പോലുള്ള ആളുകൾ അറിഞ്ഞാലോ എന്നതേ അവരുടെ ഭയമുള്ളൂ. അതെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആരോ താങ്കളോട് പറഞ്ഞിട്ടുണ്ട് ഈ മദ്രസയിൽ പീഡനം നടത്തുന്ന ഉസ്താദന്മാരെല്ലാം യുക്തിവാദികളാണെന്നല്ലേ? അവസാനം നിവൃത്തിയില്ലാതെ ഇതിനൊക്കെയാണ് അവർ പറയാ. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ഈ വിഷയം ഇപ്പൊ നിങ്ങളിത് സംസാരിക്കുമ്പോ ഒരു മീഡിയ എന്നുള്ള രീതിയിൽ ഞാനത് ഷെയർ ചെയ്യുന്നു. പക്ഷെ ഇത് പക്ഷം പിടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇല്ല, ഇത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മുസ്ലിങ്ങള് ഇപ്പൊ മതവിമർശനം ഇനി അല്പനേരം കേട്ട് കളയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ഒന്നും കാണാൻ പോകുന്നില്ല. അതിപ്പോ ഞാൻ ഇനി എത്ര മായത്തിൽ പറഞ്ഞാലും അവർ കേൾക്കാൻ പോകുന്നില്ല.
അതെ കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ എന്നെയൊക്കെ വിമർശിക്കുന്ന എക്സ് മുസ്ലിങ്ങൾ പോലെയാണ്. ഞാൻ അവരെ മുക്കാൽ മുസ്ലിങ്ങൾ എന്ന് വിളിക്കാറ്. അവർ അവര് പോലും അവർ പറയുന്നത് ആരിഫ് വളരെ രൂക്ഷമാണ്, സംഘികൾ പറയുന്നതിനേക്കാൾ വളരെ രൂക്ഷമായിട്ട് ഞാൻ പറയുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ പറയുന്ന എന്നെ കുറ്റപ്പെടുത്തുന്ന എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വളരെ മയത്തിലാണ് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഈ സാധനത്തെ നേരിടാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് അവർ ഈ പറയുന്ന വിഷയത്തിൽ ഇതുവരെയും അവർക്കൊരു തിരുത്തലിന് സാധിക്കാതെ പോയത്? അപ്പൊ നമ്മൾ പറയുന്ന ഈ വിഷയങ്ങൾ കൊള്ളേണ്ട പോലെ കൊള്ളുന്നോണ്ടല്ലേ അവർക്ക് തിരുത്താൻ പറ്റുന്നത്? അല്ലെങ്കിൽ അവരിപ്പോ ചുരുക്കി പറഞ്ഞപ്പോ ഞാൻ തോറ്റു, ലണ്ടനിൽ നിന്ന് ഓടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതേ ആളുകൾ തന്നെയാണ് മുസ്ലിം ലീഗ് ഇടപെടണം എന്ന് പറയുന്നത്. എനിക്കെതിരെ ഇപ്പൊ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുകൂടാതെ എനിക്കെതിരെ ശാപ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ കണ്ണ് അടിച്ചു പോകണം, ചെവി അടിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ലണ്ടനിൽ ഞാൻ തോറ്റിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് മുസ്ലിം ലീഗ് ഇടപെടുന്നത്? മുസ്ലിം ലീഗ് ഇടപെടണം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു മതരാഷ്ട്രവാദത്തിന്റെ ഒരു സൂചനയാണത്. അതായത് ഇപ്പൊ അംബേദ്കർ മനുസ്മൃതി കത്തിക്കുന്ന വേളയിൽ ഇവിടുത്തെ ഹിന്ദുക്കൾ പറയാണ് BJP ഇടപെടണമെന്നോ അല്ലെങ്കിൽ അന്നത്തെ ഹിന്ദു സംഘടന ഇടപെടണമെന്നോ പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പറയില്ല അത് മതരാഷ്ട്രവാദമാണ് എന്ന് പറയും. പക്ഷെ ഇപ്പോ ഈ പറയുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, അത് തന്നെ പണ്ഡിതരായിട്ടുള്ള ആളുകൾ പറയുന്നത് മുസ്ലിം ലീഗ് ഇടപെടണം എന്ന് പറയുമ്പോൾ ഇതൊരു മതരാഷ്ട്രവാദത്തിന്റെ സൂചനയാണ്. അവരുടെ മനസ്സിൽ കിടക്കുന്നത് ഇവനെ ഇനി ഒതുക്കാനുള്ള ഒരേ ഒരു വഴി ഇസ്ലാമിലെ നിയമം പ്രയോഗിക്കുക, അത് മതനിന്ദകനെ വെടിവെച്ച് കൊല്ലുന്ന പണി തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇത് മതരാഷ്ട്രവാദവും മതം ഉണ്ടാക്കുന്ന ആ ഒരു ഡാമേജ് എന്താണ് എന്നുള്ളതല്ല ഇവിടെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഇത് ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും തന്നെ ഇതിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളെങ്കിലും വന്നല്ലോ എന്ന രീതിയിൽ ഞാനിത് പറയുന്നത്. ഇതിപ്പോ മീഡിയ വൺ ചാനൽ വിളിച്ചാലും എനിക്ക് തന്നെയാണ് പറയാനുള്ളത്. അവരിനിയിപ്പോ ഇത് പുനഃസംപ്രേഷണം ചെയ്താലും എനിക്ക് പറയാനുള്ളത് ആരിഫ് ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുനഃസംപ്രേഷണം ചെയ്യട്ടെ. അങ്ങനെയെങ്കിലും ഈ വിഷയം, ഇതിന്റെ സത്യാവസ്ഥ നാലാളുകൾ അറിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇതിന്റെ അകത്ത് ഞങ്ങൾക്ക് വേറെ ഇതൊന്നുമില്ല. ഞാൻ ഈ തുടക്കത്തിൽ തന്നെ നമ്മുടെ റെക്കോർഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അങ്ങയോട് പറഞ്ഞിരുന്നു, ഇതിൽ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, ഞങ്ങൾക്കൊരു പക്ഷമില്ല ഇതിൽ. അത് തന്നെയാണ് എനിക്ക് ഈ അങ്ങയുടെ ഈ എക്സ് മുസ്ലിംസ് അതിനോടൊരു, ഇപ്പോൾ എത്ര വർഷമായി കാണും അങ്ങ് ഈ ഒരു വിശ്വാസം വെടിഞ്ഞ് ഒരു യുക്തിചിന്ത എന്ന് ഉള്ള രീതിയിലേക്ക് വന്നിട്ട്? യുക്തിചിന്തയിലേക്കൊക്കെ ഞാൻ വരുന്നത് ഈ മതം കാരണമല്ല. അത് ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്. ഹോമിയോപ്പതി. ഓക്കെ, അപ്പൊ ഹോമിയോപ്പതിയിലെ അശാസ്ത്രീയതയും അതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിച്ച എന്റെ അതേ ബുദ്ധി, അതേ ചിന്താ രീതി എന്തുകൊണ്ട്, ഈ സ്വതന്ത്രമായ ചിന്താ രീതി എന്തുകൊണ്ട് ഞാൻ മതത്തിൽ ഉപയോഗിക്കുന്നില്ല എന്ന് ഒരു ചിന്തിക്കേണ്ട ഒരു ഘട്ടം എത്തിയപ്പോൾ നമ്മളത് ചിന്തിച്ചു തുടങ്ങി. അപ്പോഴാണ് ഈ മതത്തിലെ പ്രശ്നം. അതൊരു 2018 ശേഷമാണ്. അപ്പോൾ ഇപ്പൊ ഒരു 8 വർഷമായെന്ന് പറയാം. 2018, ഇന്നിപ്പോ 2026 ആയല്ലോ. 26 8 വർഷങ്ങളായി. ഈ 8 വർഷങ്ങൾക്കുള്ള ഇടയിൽ എപ്പോഴെങ്കിലും താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ ഹോമിയോപ്പതിയെ വിമർശിച്ച് മുന്നോട്ട് പോകുന്നതായിരുന്നു നല്ലത്, ഇത് വേണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മാതിരി ഹോമിയോപ്പതിയുടെ തണ്ടൊടിഞ്ഞ് അവിടെ ഇട്ടു, അതിൽ നമ്മൾക്ക് വലിയ കാര്യമായ പങ്കുണ്ട്. ഇന്നിപ്പോ ഹോമിയോപ്പതി മേഖലയിലും ഞാനിപ്പോ ഈ ഉസ്താദ്മാര് പീഡനം നടത്തുന്ന ആളുകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. അവിടെയും ഒരു മണ്ടത്തരം പറയുമ്പോൾ അവരും ചിന്തിക്കുന്നത് ഇനി അവന്റെ അടുത്തേക്ക് എത്തരുത് എന്ന രീതിയിലേക്ക് അത് ചിന്ത പോവാണ്. ഇത് നമുക്ക് അറിയാൻ കഴിയും, ഇന്റർണലി നടക്കുന്ന ഡിസ്കഷൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ്. പിന്നെ ഒരുപാട് ആളുകൾ മാറി ചിന്തിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി അത് ഓൾറെഡി അവിടെ തളർന്ന് കടന്നു. അത് വെന്റിലേറ്ററിലാണ് ഹോമിയോപ്പതി സത്യത്തിൽ. ഇനി അതിനെ നമ്മൾ തള്ളേണ്ട കാര്യമില്ല, ശ്വാസം മാത്രമേ ബാക്കിയുള്ളൂ. അത് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനും കഴിയില്ല, കാരണം അങ്ങനെ നിരോധിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് പഠിക്കാൻ ആളില്ലാതെ ആക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അത് ഞാൻ പറയണല്ലോ, എന്തിനാ ഞാനിത് ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിലെ പ്രധാന കാര്യം. ഹോമിയോപ്പതിനെ ഞാൻ വിമർശിക്കുമ്പോൾ എന്റെ ലക്ഷ്യം എന്താണ്? ഹോമിയോപ്പതി പഠിക്കാൻ അല്ലാതെ ഹോമിയോപ്പതി ചികിത്സ തേടാതിരിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ഡോക്ടർമാർ മുഴുവൻ പണി നിർത്തണം എന്നുള്ളതല്ല. ഹോമിയോപ്പതി ഒരു തൊഴിൽ മേഖലയായിട്ട് തെരഞ്ഞെടുക്കുന്നതിൽ നിന്നും ഇവിടുത്തെ യൂത്തിനെ പിന്തിരിപ്പിക്കുക, ഇതാണ് എന്റെ ലക്ഷ്യം. അത് നടക്കുന്നുണ്ട്, വലിയ തോതിൽ നടക്കുന്നുണ്ട്. വലിയ കോളേജുകളിൽ കുട്ടികളെ അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പൊ കേരളത്തിൽ പക്ഷെ അതിന്റെ പ്രതിഫലനം നമ്മൾ വലിയ തോതിൽ കാണാത്ത എന്താ വെച്ചാൽ ഇവിടുത്തെ ഗവൺമെന്റ് സീറ്റുകളായിട്ടാണ് പലതും പോകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞാണെങ്കിലും അത് ഫില്ലായി പോകും. ഈ വേറെ കോഴ്സിനും അഡ്മിഷൻ കിട്ടാത്ത ആളുകൾക്ക് ഇതിൽ വന്ന് ചേരും, അതാണ് ഉണ്ടാവുക. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ഇതിന്റെ ഏറ്റവും വലിയ ബാക്ക്ലാഷ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ആ ഹോമിയോപ്പതി, അത് ഓൾറെഡി വെന്റിലേറ്ററിലാണ്, ഓൾറെഡി ചത്തു കഴിഞ്ഞു അത്. ഇനി ഇസ്ലാമിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതില് കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വലിയ മാറ്റങ്ങൾ ചെറിയ തോതിലാണല്ലോ. എന്റെ ലക്ഷ്യം എന്തെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 ലക്ഷ്യമാണ്. ഒന്ന്, എല്ലാ വീട്ടിലും ഒരു എക്സ് മുസ്ലിങ്ങളും എങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ് എന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് ഒരു കുടുംബം, ഒരു മുസ്ലിം കുടുംബം 4 പേര് അടങ്ങുന്ന ഒരു കുടുംബം എടുത്താൽ ഒരാൾ എക്സ് മുസ്ലിം ആയിരിക്കും. ഇതാണ് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരുപാട് മതങ്ങളുണ്ട്, ആ മതങ്ങൾക്ക് ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. എല്ലാ മതവും കണക്കാണെന്ന് തന്നെയാണ് എല്ലാവരും പറയാറ്. പക്ഷെ
വിമർശനം എന്ന് പറയുന്ന ഒരു സാധനം, റിഫോം എന്ന് പറയുന്ന ഒരു സാധനം വരുന്ന സമയത്ത് ആളുകൾ പ്ലേറ്റ് മാറ്റും. അവരുടനെ പറയും ഇസ്ലാമിൽ അങ്ങനെയൊന്നുമല്ല, അങ്ങനെ പറഞ്ഞ മുസ്ലിങ്ങൾക്ക് വേദനിക്കും എന്നൊക്കെ പറഞ്ഞ്, ജിഹാദികളെ പറഞ്ഞ മമ്മൂട്ടി കരയും എന്നൊക്കെയാണ് ഇവിടെ പറയാ. അത് പറ്റില്ല. അവിടെ ഒരു ഹോളി ക്യാമൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഈ ഒരു ഹോളി കൗ എന്ന് പറയുന്ന പോലെ. അപ്പൊ ആ ഒരു പവിത്രമായ എന്തോ ഒരു സാധനമാണ്, ഇതിങ്ങനെ പൊതിഞ്ഞു പിടിക്കേണ്ട സാധനമാണ്, ഇത് പറഞ്ഞ വിശ്വാസികൾക്ക് വേദനിക്കും എന്ന് പറയുന്ന ഒരു തെറ്റായ ഒരു അവസ്ഥ ഇതിൽ ഇസ്ലാമിൽ ഇപ്പോഴും ബാക്കിയാണ്. ആ ഒരു ഹോളി ക്യാമലിനെ കൊന്ന് ബിരിയാണി വെക്കുക എന്നുള്ളതാണ് ഇതിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. മറ്റേത് രണ്ടായിട്ട് കൂട്ടിയാൽ മതി. അപ്പൊ ഈ ഒരു ഹോളി ക്യാമൽനെസ് അതൊരു പ്രശ്നമാണ്. അത് മറികടക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ചേകന്നൂർ മൗലവി പോലെ അല്ലെങ്കിൽ മുസ്തഫ മൗലവി പോലെയൊക്കെയുള്ള ഉള്ളിൽ നിന്ന് തന്നെയുള്ള മതവിമർശകരായിട്ടുള്ള ആളുകൾക്ക് ഒരു സ്വീകാര്യത അവിടെ കിട്ടുള്ളൂ, അവർക്ക് കൂടുതൽ ഒച്ചത്തിൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഇന്ന് ചേകന്നൂർ മൗലവിയെ കുഴിച്ചു മൂടുന്ന അവസ്ഥ, അല്ലെങ്കിൽ മുസ്തഫ മൗലവിനെ കൊന്നു തള്ളാൻ വേണ്ടി വേട്ടയാടുന്ന അവസ്ഥ അതിവിടെ ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലൊരു പെൺകുട്ടി ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞ ഉടനെ അവളെ വേശ്യ എന്ന് വിളിക്കുന്ന അവസ്ഥ ഇവിടെ ജസ്ലാം ആടശ്ശേരിക്കൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഇതേപോലെ ഉണ്ടാകുന്നത് ഇപ്പൊ മതം വിട്ട എനിക്ക് പോലും നേരിടേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ ഏതാണ്. ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഇന്റേണലി ഇതിനെ വിമർശിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഇല്ല. അവരെ വേട്ടയാടുന്ന ഒരു അവസ്ഥ മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇസ്ലാമിലുണ്ട്. അപ്പോ എല്ലാ മതവും കണക്കാണെന്ന് നിങ്ങൾ പറയുമെങ്കിലും അങ്ങനെയല്ല. ചില മതങ്ങൾക്ക് കൊമ്പും പല്ലും ഒക്കെ ഇപ്പോഴും കൊഴിയാതെ ബാക്കിയുണ്ട്. അതിൽ ഇന്ന് ഒരു പേപ്പട്ടി മതം എന്ന് തന്നെ ഞാൻ വിളിക്കുന്ന മതമാണ് ഇസ്ലാം. കാരണം ഇന്ന് ലോകത്ത് മതം വിട്ടവനെ കൊല്ലണമെന്ന നിയമം അതേപോലെ നടപ്പിലാക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. വേറെ ഒരു മതവും ഇന്നത് നടപ്പിലാക്കുന്നില്ല. അപ്പൊ മതനിന്ദ എന്ന് പറയുന്ന സാധനം പോലും ഇന്ന് അക്സെപ്റ്റബിൾ അല്ലാതെ അതിനെതിരെ നിയമം നടപ്പിലാക്കാൻ പോലും മടിക്കാത്ത ഒരു മത നിയമമായിട്ട് നിൽക്കുന്നത് ഒരു മതവും വേറെ ഇല്ല. അത് ഇന്ന് ഇസ്ലാം മാത്രമേ ഉള്ളൂ. ഇസ്ലാമിക രാജ്യങ്ങളിൽ തന്നെയാണ് അത് നടപ്പിലാക്കുന്നത്. 13ഓളം രാജ്യങ്ങളിൽ അത് ശിക്ഷയുണ്ട്. അതിൽ 7-8ഓളം രാജ്യങ്ങൾ വധശിക്ഷയാണ് കൊടുക്കുന്നത് മതമിട്ടവർ. ഇത് ഇന്നും മദ്രസകളിൽ ഇവിടെ പഠിപ്പിക്കുന്നു. 12ാം ക്ലാസ്സിലെ മദ്രസയിൽ ഇവിടെ കേരളത്തിൽ തന്നെ പഠിപ്പിക്കുന്ന സാധനമാണ്. കോവിഡ് കാലത്ത് അതിന്റെ ഒരു വീഡിയോയും പുറത്തു വന്നിരുന്നു. അതെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു അവസ്ഥ വേറെ ഏത് മതത്തിനുള്ളത്? ഒരു മതത്തിനും ഇല്ല. അപ്പൊ ആ ഇല്ലാത്ത ഒരു സാധനം വെച്ചുകൊണ്ട് എല്ലാ മതവും കണക്കാണ്, അതും ഇതും ഒന്നാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു തട്ടുപൊളിപ്പൻ ഉടായ്പ പരിപാടിക്കൊന്നും നമ്മൾ ഇനി കുടപിടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ ഒരു പൊസിഷൻ. അതുകൊണ്ടാണ് ഇത് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. പിന്നെ നമ്മളോട് ഇങ്ങോട്ട് വന്ന് അമ്മയും പെങ്ങളെയും പോയിക്കുന്നവനാണെന്ന് പറയുമ്പോൾ അവന് തേനും പാലും കൊടുക്കുക എന്നുള്ളതൊന്നും എന്റെ രീതിയല്ല. അവിടെ തിരിച്ച് അതിന് പറ്റിയ ഭാഷയിൽ തന്നെ നമ്മൾ മറുപടി കൊടുക്കും. അത് കൊള്ളുന്നവർ കൊള്ളും. പിന്നെ സൽമാൻ റുഷ്ദി പറഞ്ഞു തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ എ ഫ്രീഡം ടു ഒഫൻഡ്. അതിൽ വിശ്വാസികൾക്ക് വേദന ഉണ്ടാവും. മനുസ്മൃതി കത്തിക്കുമ്പോ അംബേദ്കർ ഹിന്ദുക്കൾക്ക് വേദനിക്കുമോ എന്ന് ചിന്തിച്ചിട്ടില്ല. അപ്പോ അത് ചിന്തിക്കാതെ തന്നെയാണ് അത് കത്തിച്ചത്. അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജാതീയതക്കെതിരായിട്ട് ഇവിടെ പ്രവർത്തിച്ചത്. അതേ സ്വാതന്ത്ര്യം എനിക്ക് വേണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഖുർആൻ കത്തിക്കണം എന്ന് പോലും പറയുന്നില്ല. പക്ഷെ അംബേദ്കർ ഒരു പടി കൂടി കടന്ന് മനുസ്മൃതി കത്തിച്ചു. അതുകൂടാതെ ഇന്ന് മനുസ്മൃതി ദഹൻ ദിവസ് എന്ന് പറഞ്ഞ് ഓരോ വർഷം അതിന്റെ പണി നടക്കുന്നുണ്ട് ഇതേ ഇന്ത്യയിൽ. അപ്പൊ നമ്മൾ ഒരു തവണയെങ്കിലും ഖുർആനിന്റെ ഒരു അര പേജെങ്കിലും കത്തിക്കണം എന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് അതിൽ ആശയത്തെ പിച്ച് ചെയ്യാനുള്ള അവസ്ഥയെങ്കിലും ഇവിടെ ഉണ്ടാകണം. അവിടെ ഹിന്ദുക്കൾക്ക് വേദനിക്കുമോ എന്ന ഒരു ചിന്ത അംബേദ്കറിന് ഇല്ലാതെ പോയതുപോലെ മുസ്ലിങ്ങൾക്ക് വേദനിക്കുമോ എന്ന ചിന്ത എനിക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല എന്നത് ഇവിടെ സമ്മതിച്ച് തന്നേ പറ്റുള്ളൂ. അതെ, അല്ല, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലേ പരിഷ്കരണം എന്നുള്ളത് സാധ്യമാകുകയുള്ളൂ എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും 100% നമ്മൾ തിരുത്തിയിരിക്കും. പക്ഷെ അതിന് പകരം നമ്മൾ പറയുന്നത് ശരിയല്ല, അതിന് ഒച്ച കൂടിപ്പോയി, ആംഗിൾ മാറിപ്പോയി, അല്ലെങ്കിൽ അത് വളഞ്ഞുപോയി, തിരിഞ്ഞുപോയി, സ്പെല്ലിങ് തെറ്റുണ്ട്, ഇംഗ്ലീഷ് പറഞ്ഞ് ശരി, ഇതൊക്കെയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അതൊന്നും എന്റെ വിഷയമല്ല, എന്റെ ഇമേജ് അല്ല എന്റെ പ്രശ്നം. എന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇസ്ലാമും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നവും അത് നവീകരിക്കപ്പെടാതിരിക്കുമ്പോൾ അതിൽ മുസ്ലിങ്ങൾ ഇരയാകുന്ന അവസ്ഥയും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന അവസ്ഥ, സ്വത്തവകാശം നിഷേധിക്കപ്പെടുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ. ലോകത്ത് ഭീകരവാദം എന്ന് പറയുന്ന ഒരു സാധനം വരുമ്പോൾ അതിൽ 75-80% അത് നടപ്പിലാക്കുന്നത് ഇസ്ലാമിക ഭീകരവാദമാണ്. ആ ഭീകരവാദത്തിന്റെ ഇരകളാക്കപ്പെടുന്ന ആളുകൾ, കൊല്ലപ്പെടുന്ന ആളുകൾ 10 പേരെടുത്തു കഴിഞ്ഞാൽ 8 പേര് മുസ്ലിങ്ങളാണ്. അപ്പൊ ഈ ഇസ്ലാമിന്റെ ഇര എന്ന് പറയുന്നത് ഒന്നാമത്തെ ഇര മുസ്ലിങ്ങൾ, അത് കഴിഞ്ഞിട്ടേ കാഫർ പോലുള്ളൂ. ഇത് മനസ്സിലാക്കിയത് കൊണ്ടും ആ ഡേറ്റ അവിടെ ഉള്ളതുകൊണ്ടും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പിന്നെ അതിനൊക്കെ ഉപരിയായിട്ട് ഈ പറയുന്ന ഒരു പ്രവർത്തനം, ഇത് ഞാൻ എന്റെ എന്തെങ്കിലും പേഴ്സണൽ കാര്യത്തിന് വേണ്ടി, ഇതൊരു രാജ്യ സേവനമായിട്ടാണ് ഞാൻ കാണുന്നത്, സമൂഹത്തിലുള്ള ഒരു പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട്. കാരണം ഇത് ഇവിടുത്തെ സെക്യൂരിറ്റി ഏജൻസീസുമായിട്ട് വരെ കണക്റ്റഡ് ആണ്. അവരുമായിട്ട് നമ്മൾ സംഭാഷണം നടത്താറുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ അവർക്ക് കൈമാറാറുണ്ട്, തെളിവുകൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ ഈ ലണ്ടൻ സംവാദം പോലും സത്യത്തിൽ നിങ്ങൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ കേരളത്തിലെ ദാവ കുഞ്ഞുങ്ങൾ, ഇവിടെയുള്ള വിസ്ഡം ജിഹാദികൾ അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ലഷ്കർ എ തൊയ്ബ അതുപോലെ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ
പാകിസ്ഥാനി ദഅവ ഗ്യാങ്ങുമായിട്ട് ഇവിടുത്തെ കേരള മണ്ണിലുള്ള മലയാളം സംസാരിക്കുന്ന ദഅവ കുഞ്ഞുങ്ങൾ എത്രത്തോളം ഡീപ്പായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതിന് സൂചനകൾ വരെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കൈമാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഡീപ്പർ ആയിട്ടുള്ള മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിന്റെ ഒരു ചെറിയ വശം മാത്രമാണ് ഈ യൂട്യൂബ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ഈ സോഷ്യൽ മീഡിയയിലുള്ള അംഗം എന്ന് പറയുന്നത്. അത് ആ ഗുസ്തി അവിടെ നടക്കും, അത് ഇതിന്റെ ഭാഗമാണ്. അത് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മൾ എടുക്കുന്നുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു രാജ്യ സേവനം എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന ഈ ഒരു സെക്യൂരിറ്റി, ഇസ്ലാമൈസേഷൻ ഓഫ് പൊളിറ്റിക്സും അതുപോലെ തന്നെ ഇസ്ലാമിക് ടെററിസം, റാഡിക്കലൈസേഷൻ, ഇതിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടം അതിന്റെ ഭാഗം ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ മതം ഉപേക്ഷിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട സാമ്പത്തികവും സാമൂഹികമായ സപ്പോർട്ട്, അതിനുള്ള ഒരു സിസ്റ്റവും നമ്മൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ അതിന്റെ ഗുണം കിട്ടുന്ന ആളുകളാണ്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എക്സ് മുസ്ലിമുകളാവുമ്പോൾ അവർക്കുള്ള സപ്പോർട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇനി ഞാൻ താങ്കളോടൊരു പാതി സാങ്കല്പികവും പാതി യാഥാർത്ഥ്യവുമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം. താങ്കൾ ഇപ്പോൾ ആരിഫ് ഹുസൈന അല്ല, ആരോൺ ഹാരി ആയിരുന്നു എന്ന് വിചാരിക്കുക, ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലായിരുന്നു ജനിച്ചതെന്ന് വിചാരിക്കുക. താങ്കളുടെ ലോകപരിചയമൊക്കെ വെച്ച് താങ്കൾ ഹോമിയോപ്പതിയുടെ ചികിത്സ അല്ലെങ്കിൽ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നില്ല, വിടുവാൻ പോകുന്നു എന്ന് പറയുമ്പോഴാണോ, അതോ ക്രിസ്ത്യൻ മതം ഞാൻ ഹിന്ദു ആണെന്ന് ചോദിക്കാത്തത് പ്രത്യേകിച്ച് ഞങ്ങൾ പക്ഷം പിടിക്കുന്നു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, താങ്കളെ ഹിന്ദു ആക്കാൻ ശ്രമിച്ചു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് താങ്കളെ ഞാൻ ക്രിസ്ത്യാനിയാക്കിയത്. ഏത് സമയത്തായിരിക്കും ആ സമൂഹത്തിൽ നിന്നും താങ്കളുടെ കുടുംബത്തിൽ നിന്നും താങ്കൾക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായിട്ടുണ്ടാവുക? ഈ ചോദ്യം അപ്രസക്തമാണ്. കാരണം ഞാൻ ഓൾറെഡി പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിലൊരു കാരണം ഇത് തന്നെയല്ലേ. മതം ഉപേക്ഷിക്കുന്നവനെ വേട്ടയാടുന്ന പ്രവണത ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്ന മതം ഏതാണ്? തീർച്ചയായിട്ടും അത് ഇസ്ലാമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കൂടുതൽ വിമർശിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത്. തീർച്ചയായിട്ടും. അല്ല ആരിഫ് തെറ്റിദ്ധരിക്കരുത്, ഞാനത് ചോദിച്ചത് ഈ ഉമ്മയുമായിട്ടുള്ള താങ്കളുടെ ഒരു ബന്ധത്തിന്റെ ഒരു പോസ്റ്റ് ഞങ്ങൾ തന്നെ ഇവിടെ വായിച്ചിട്ടുണ്ട്. താങ്കളുടെ ഉമ്മ ഈ ലോഹവാസം വെടിഞ്ഞ സമയത്ത് താങ്കൾ ഇട്ടിരുന്ന ആ പോസ്റ്റ് ഞങ്ങളൊരു ഇതായിട്ട് തന്നെ ഒരു താങ്കൾക്കൊരു ട്രിബ്യൂട്ടായിട്ട് ഉമ്മയ്ക്കൊരു ആദരാഞ്ജലിയായിട്ടും ഞങ്ങൾ ചെയ്തിട്ടുണ്ടത്. അതുകൊണ്ടാണ് ചോദിച്ചത്, സത്യത്തിൽ ഉമ്മയുമായിട്ടുള്ള താങ്കളുടെ ഈ മതം വിടുന്നതിന് മുമ്പുള്ള ബന്ധവും അതിന് ശേഷമുള്ള ബന്ധവും ഉമ്മയെ താങ്കൾ എങ്ങനെ ഓർക്കുന്നു? പറയാമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞിരിക്കും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഉമ്മ ബാപ്പ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഗതികളൊക്കെ മദേഴ്സ് ഡേ പറയാനും ഫാദേഴ്സ് ഡേ പറയാനുള്ള വെറും ഒരു കുറുക്ക് വഴിയെ. പെറ്റ തള്ളയ്ക്കും അച്ഛനും 5 പൈസയുടെ ഗുണം ചെയ്യാതെ അവർ ദ്രോഹിച്ച് നടന്നിരുന്ന ആളുകൾ പോലും മദേഴ്സ് ഡേ വരുമ്പോ കരഞ്ഞ് നിലവിളിച്ച് പോസ്റ്റ് ഇടുന്ന ഒരു ലോകമാണിത്. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള കാപട്യങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, ഉള്ള കാര്യം പറയാലോ. പിന്നെ ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. ഇവിടെ ചില വാർത്തകൾ വരാറുണ്ട്, എന്താണ് പ്രസവിച്ച ഉടനെ കുട്ടിയെ ചുമരിൽ അടിച്ചു കൊന്നു, മകനെ കൊന്നു, മകളെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വരാറുണ്ട്. അങ്ങനെ വരുന്ന വാർത്തകളുടെ ചോട്ടിൽ എന്താണ് ഇവിടുത്തെ നാട്ടുകാർ പ്രതികരിക്കാറുള്ളത്? അവളെ അമ്മ എന്നൊന്നും വിളിക്കരുത് എന്നല്ലേ പറയാറ്? അപ്പോ ഒരു സ്വന്തം ചോരയിൽ ജനിച്ച കുട്ടിയോട് അതിക്രമം പ്രവർത്തിച്ച ഒരു അമ്മയെ അല്ല എന്ന് പറയാൻ നമുക്കറിയാം. അക്രമമാണെന്ന് തിരിച്ചറിയാനും കഴിയാം. ഞാൻ എന്താ പറഞ്ഞത്? സ്വന്തം ചോരയിൽ ജനിച്ച എന്നെ ഇസ്ലാമിന് വേണ്ടിയിട്ട് തള്ളി പറഞ്ഞ ഒരു ജിഹാദിയാണ് എന്റെ ഉമ്മ. ഇത്രയല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ഇവിടെ ഈ പറയുന്ന സ്വന്തം ചോരയെ ചുമരിലടിച്ച് കൊല്ലുന്നത് ഒരു അക്രമമാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ആളുകൾക്ക് സ്വന്തം മകനെ മതത്തിന് വേണ്ടി തള്ളി പറയുന്ന ഒരു ജിഹാദി എന്ന് പറയുമ്പോൾ ആ ജിഹാദി തരം തിരിച്ചറിയാൻ, അതൊരു അക്രമമായിട്ട് അതൊരു വയലൻസ് ആയിട്ട് തിരിച്ചറിയാൻ നമ്മുടെ നാട്ടുകാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ആ ജിഹാദ് എന്ന് പറയുന്നത് എന്തോ നന്മയാണ് എന്നുള്ള കുറെ ഇവിടുത്തെ രാഹുൽ ഈശ്വർമാരൊക്കെ തള്ളി മറിക്കുന്ന കുറെ ഉണ്ട്. അങ്ങനെയൊന്നുമല്ല. കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടി കൊല്ലുക എന്ന് പറയുന്നതിനാണ് ഇസ്ലാമിലെ അൾട്ടിമേറ്റ് ജിഹാദ്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിന് മുന്നേ ഉള്ള കുറെ ജിഹാദ് ഉണ്ട്. അതിലാണ് ഇസ്ലാം മതത്തിനെ നിലയുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല പല പണികൾ. അതിലൊന്നാണ് ഈ പറയുന്ന സാധനം, മതത്തിനെ പൊക്കിപ്പിടിക്കണം. അത് കൃത്യമായിട്ട് ചെയ്ത ആളാണ് എൻ്റെ ഉമ്മ. അത് നമ്മൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു സമയത്തുള്ളപ്പോ എനിക്ക് വേണമെങ്കിൽ ഉമ്മ മരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ മരണപ്പെട്ടു, ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ എനിക്ക് വലിയ ഗ്ലോറിഫൈ ചെയ്യും. പക്ഷെ ഞാനതല്ല. ഈ സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് എക്സ് മുസ്ലിങ്ങൾ എൻ്റെ മുന്നിലുള്ളപ്പോ അതിനെ നേരിടുന്ന ഒരു വ്യക്തി എന്നുള്ള, അത് അവർക്ക് വേണ്ടിയിട്ടും കൂടി പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആ സമയത്ത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാൻ എടുക്കുന്ന പണി, ഇവരോട് കാണിക്കുന്ന അനുകമ്പയും അത് കാപട്യായിട്ടല്ലേ മാറുക. അപ്പൊ എനിക്ക് അവിടെ ഉള്ള കാര്യം പറയാതെ ഇരിക്കുക എന്ന് പറയുന്നതാണ് സത്യത്തിൽ അവിടുത്തെ ഒരു മോശം കാര്യമായിട്ട് എന്റെ തോന്നലുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബോധപൂർവം മനഃപൂർവ്വം ഇട്ട പോസ്റ്റ് തന്നെയാണ് ഉമ്മ മരിച്ചു, മതത്തിന് വേണ്ടി സ്വന്തം മകനെ തള്ളി പറഞ്ഞ ജിഹാദിയായ എൻ്റെ ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി എന്ന് പച്ചയ്ക്ക് ഞാൻ മലയാളത്തിൽ ബോധത്തോടുകൂടി തന്നെ എഴുതിയതാണ്.
ഇത് എന്തിനാണെന്നുള്ളത് ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം. കാരണം ഈ പറഞ്ഞ ഉമ്മ കാണിച്ച കാര്യം, ഒരു സ്വന്തം കുഞ്ഞിനെ ചുമരിൽ അടിച്ച് കൊല്ലുന്ന അതൊരു അക്രമമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ കൂടിയ വേദന ഉണ്ടാക്കുന്ന സാധനമാണ് ഈ പറയുന്ന എന്റെ ഉമ്മ കാണിച്ച കാര്യം. അത് എനിക്ക് വേദനയുള്ള കാര്യം തന്നെയാണ്. ആ സമാനമായ വേദനയിലൂടെ പോകുന്ന ആളുകൾ വേറെയുണ്ട്. അത് കാണാനും അതിനോട് പ്രതികരിക്കാനും എങ്ങനെയാണോ ആ ചുമരിൽ അടിച്ച് കൊല്ലപ്പെട്ട കുട്ടിക്കുള്ള അവകാശം ഉള്ളത് അത് തന്നെ എനിക്കുള്ളൂ. തീർച്ചയായിട്ടും. അത്രേ നമ്മൾ അതിനകത്ത് പറയുന്നുള്ളൂ. ഇനി അത് ശരിയോ തെറ്റോ എന്നൊക്കെ പറയാനുള്ള അതിനുള്ള അവകാശം അവർക്കുണ്ട്. അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും. അത് അവര് പറഞ്ഞോട്ടെ. പക്ഷെ ഇത് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അതിന് ആദ്യം വേണ്ടത് ജിഹാദ് എന്താണെന്ന് നിങ്ങൾ പഠിക്കുക. അത് നന്മയൊന്നുമല്ല. അത് സത്യം പറഞ്ഞാൽ നല്ല അസൽ തീവ്രവാദമാണ്. ഉമ്മ ആ ഒരു കണത്തിൽ നോക്കുമ്പോൾ നല്ല അസൽ തീവ്രവാദിനി തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയാം. തീർച്ചയായിട്ടും. അപ്പോ ഇനി നമ്മുടെ ഇതൊന്ന് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം, അതൊരു തമാശയായിട്ട് പലപ്പോഴും പറയാറുള്ളതാണ്. ഈ മാസത്തെ താങ്കളുടെ പേയ്മെന്റ് മൊസാദിൽ നിന്നാണോ നാഗ്പൂരിൽ നിന്നാണോ? നാഗ്പൂരിലെ പേയ്മെന്റ് എപ്പോഴും മുടക്കാണ്. പിന്നെ ഇത്തവണ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. മൊസാദ് വളരെ നീറ്റാണ്. അത് വളരെ കറക്റ്റ് ആയിട്ട് പണിക്ക് മുമ്പേ പേയ്മെന്റ് വരുമെന്നുള്ള. പക്ഷെ ഈ ഇത്തവണത്തെ എന്റെ യാത്ര സത്യത്തിൽ സ്പോൺസർ ചെയ്തത് ഇവിടുത്തെ ജിഹാദികൾ തന്നെയാണ്. അത് ഈ ഒരാഴ്ച കൊണ്ട് മൊത്തം ചെലവായ 2.25 ലക്ഷം 2.5 ലക്ഷം എന്റെ പോക്കറ്റിലേക്ക് വന്നു. തീർച്ചയായും അത് അവരെത്തിച്ചു. തീർച്ചയായും. അപ്പോ ആരിഫ്, പോകുന്നതിന് മുമ്പ് കുറച്ചൊരു ഗൗരവമുള്ള കാര്യം, താങ്കളുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള എന്തൊക്കെ ആശങ്കകൾ താങ്കൾക്ക് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്? ഇപ്പോൾ ഭീഷണിയുണ്ട്. കാരണം മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ താങ്കളുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെ, ഒരു ഡോക്സ് ചെയ്യുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പോയിരുന്നു. എന്താണ് അതിന്റെ ഒരു സാഹചര്യം? അത് പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കുക. സത്യത്തിൽ ഡോക്സിംഗ് ആയാലും ഈ ഒരു ഡോഗ് വിസിലിംഗ് ആയാലും ഇന്ന് മീഡിയ വൺ ചെയ്യുന്നു. അത് നമ്മൾ പറയാറുണ്ട്. ജിഹാദികളായിട്ടുള്ള ആളുകൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് നമ്മളെപ്പോഴും ജാഗരൂകരാണ്. അതിന് വേണ്ടിയിട്ടുള്ള പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെ നമ്മൾ തേടിയിട്ടുണ്ട്. ഇപ്പൊ നാളെ പരിപാടി ജൂലൈ 19 അവിടെ കോയ കോളിംഗ് എന്ന് പറയുന്ന നമ്മളെ പരിപാടിയുടെ വാർഷികം, അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, അപ്പൊ അതിന് സുരക്ഷ ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇത്തവണ പരിപാടിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. പോലീസുകാരൊക്കെ നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. പക്ഷെ ഇതിലൊക്കെ ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു ഡോഗ് വിസിലിംഗ് ഇന്ന് ഞാൻ സത്യത്തിൽ നേരിടുന്നത് മീഡിയ വണ്ണിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിൽ സഹ എക്സ് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നാണ്. കാരണം ആ ഒരു ഇപ്പൊ ലിയാഖത്ത് അലി എന്നൊക്കെ പറയുന്ന നമ്മുടെ സുഹൃത്ത് തന്നെ ആയിട്ടുള്ള ആളായിരുന്നു. പക്ഷെ ആള് പോലെയുള്ള ആളുകളുണ്ട്, കുറെ പേരുണ്ട് അത്തരത്തിലുള്ള. ഞാൻ അവരെ മുക്കാൽ മുസ്ലിങ്ങൾ എന്നാ വിളിക്കാം. അവർ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ രാഷ്ട്രീയ നിലപാട്, ഇപ്പൊ ഞാൻ സയനിസ്റ്റ് ആണ് എന്ന് പറയുന്ന ആളാണ്. നിങ്ങൾ എന്നെ ഞാൻ ജനിച്ചു വീണ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു, അതിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തെ ഞാൻ സപ്പോർട്ട് ചെയ്താൽ ഞാൻ സംഖ്യ ആകുമെങ്കിൽ ഞാൻ സംഖ്യയുടെ അപ്പനാണെന്ന് പറയുന്ന ആളാണ്. അങ്ങനെ പറഞ്ഞു എന്നതിന്റെ പേരിൽ നമ്മൾ വലിയ വിദ്വേഷകനാണ് എന്നൊക്കെ പറഞ്ഞു പരത്തുകയും ഈ പറയുന്ന രീതിയിൽ കൊള്ളരുതാത്തവനാണ് എന്ന് എങ്ങനെയാണോ മീഡിയ വൺ പറയുന്നത്, അതിനേക്കാൾ ഉച്ചത്തിൽ പറയുന്ന ആളുകളായിട്ട് ഇവിടുത്തെ ലിയാക്കത്തിനെ പോലെയൊക്കെയുള്ള ആളുകൾ മാറുമ്പോൾ അതൊരു ഡോഗ് വിസിലിംഗ് ആയിട്ടാണ് സത്യത്തിൽ കാണുന്നത്. സത്യത്തിൽ അതിനെയാണ് ഇവിടെ നേരിടാൻ ബുദ്ധിമുട്ടും. സത്യത്തിൽ ഇവിടുത്തെ വിശ്വാസികളെ നമുക്ക് പിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇതുപോലുള്ള വോക്ക് നിലപാടുകളായിട്ട് കൊണ്ടു നടക്കുന്ന അസൂയാലുക്കളായിട്ടുള്ള ഇതുപോലുള്ള കുറച്ച് ആളുകൾ അത് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അല്ലാതെ അവർ നമ്മളെ വിമർശിച്ചതോ അല്ലെങ്കിൽ അവർ പറഞ്ഞ വാക്കുകളൊന്നും അല്ല നമ്മുടെ പ്രശ്നം. ഈ വിഷയത്തിൽ അവർ രണ്ട് രീതിയിലാണ് ഡാമേജ് ഉണ്ടാക്കുക. ഒന്ന്, എന്നെ ഇതേപോലെ വിസിൽ ബ്ലോ ചെയ്യുന്നു എന്നുള്ള ഒരു ഡോഗ് വിസിലിംഗ് അവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നവീകരണം നടക്കാനുള്ള ഒരു അവസരത്തെ അവർ സത്യത്തിൽ വെള്ളം ഒഴിച്ച് കെടുത്താൻ ശ്രമിക്കുന്ന ജിഹാദി കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ആളുകളായിട്ട് മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഹിജാബിനെ കുറിച്ചുള്ള ചർച്ച നടക്കേണ്ട സമയങ്ങളിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക, ഇതാണ് ലിയാഖത്തിനെ പോലുള്ള ആളുകൾ ചെയ്യുന്നത്. ഇപ്പൊ ഈ പറയുന്ന അമ്മയും പെങ്ങളെയും പോയിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അത് കിതാബിൽ തന്നെ ഉള്ള സാധനമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക, ഇതാണ് ഈ ലിയാഖത്തിനെ പോലുള്ള ആളുകൾ ചെയ്യുന്നത്. ഇത് മുസ്ലിങ്ങൾക്ക് ഇത് തിരിച്ചറിയാനുള്ള അവസരമാണ്. ഇത് കൂടുതൽ ഇപ്പോഴാണ് പറയേണ്ടത് എന്ന് പറയാതെ ആളുകൾ പൂരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് നമ്മള് മറ്റേ വെടിമരുന്ന് പൊട്ടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളുടെ മറ്റേ പടക്കം പ്രകടനം അപ്പോഴല്ലല്ലോ വേണ്ടത്. അപ്പോ നമ്മൾ ആളുകൾ കാഴ്ചക്കാരായിട്ട് നിൽക്കുമ്പോൾ, കേൾക്കാൻ തയ്യാറായിട്ട് ഓപ്പൺ ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ ചർച്ചയാക്കേണ്ടത്. അതാ നമ്മൾ പറഞ്ഞത്. ചർച്ചയാക്കുക എന്ന് പറയുന്നതിനെ എപ്പോഴും വിദ്വേഷമായിട്ടാണ് കാണുന്നത്. അത് ആളുകൾക്ക് വിഷമം ഉണ്ടാക്കുന്നു, അതുകൊണ്ട് ഇത് വിദ്വേഷമാകുന്നത്. ഇവർക്ക് വിദ്വേഷം എന്താണെന്ന് അറിയില്ല. ഇതാണ് ഇതിലെ പ്രശ്നം. അപ്പോ അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ഗൗരവത്തിൽ നമ്മൾ കാണുകയും അതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ ഉണ്ട്. പിന്നെ പറയാതെ വയ്യ, മുൻകാലങ്ങളിൽ നിന്നൊക്കെ അപേക്ഷിച്ച് ഇപ്പോ പോലീസ് സംവിധാനങ്ങളായാലും വളരെ വലിയ തോതിൽ ഇതൊക്കെ വീക്ഷിക്കുകയും അവരും പഠിക്കാൻ ശ്രമിക്കുകയും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിനൊക്കെ അവർ വളരെ അധികം ജാഗരൂകരാണ്. അതിന് വലിയ നന്ദി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയാം. അതും കൂടിയാണ് നമ്മളുടെ ധൈര്യമായിട്ട് മാറുന്നത്. സത്യത്തിൽ ഇന്ന് ലോകത്ത് ഒരു മുസ്ലിമിന് ജീവിക്കാൻ പറ്റുന്ന, അത് പിന്നെ എക്സ് മുസ്ലിം ആണെങ്കിൽ പോലും
ഏറ്റവും മനസമാധാനത്തോടു കൂടി അവൻ അവന്റെ അഭിപ്രായം ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടും എല്ലാം ജീവിക്കാൻ പറ്റുന്ന ഒരു സ്വർഗം ഒരു മുസ്ലിമിനുണ്ടെങ്കിൽ അത് ഇന്ത്യയാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പോഴും ആവർത്തിക്കുകയാണ്, അത് ഇന്ത്യ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. അത് ഇനിയെങ്കിലും നമ്മുടെ മുസ്ലിങ്ങൾ മനസ്സിലാക്കുക. ഈ ജിഹാദികൾ അത് കുളം കലക്കി ഈ മതരാഷ്ട്രവാദവും പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവിടെ ഇരകളാക്കപ്പെടുന്നത് ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളാണ് എന്നത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഈ ജിഹാദികൾക്ക് കൂട്ടുപിടിക്കും തോറും ഈ പറയുന്ന പ്രശ്നം രൂക്ഷമാവുകയും മുസ്ലിമിന് ഇവിടെ ജീവിക്കാൻ പറ്റാതെയാവും, അവന് ജോലി കിട്ടാതെയാവും, വീടിന് വാടകയ്ക്ക് കിട്ടാതെയാവും. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇതിന്ന് ഓൾറെഡി യൂറോപ്പിൽ കാണുകയാണ്. നമ്മളിപ്പോ ഈ കുളം തോണ്ടിയ രാജ്യങ്ങൾ കാണാൻ പോകുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചയാണ്. അപ്പൊ ആ രീതിയിലേക്ക് ഇത് വരികയാണ്. ഇനി മുസ്ലിങ്ങൾക്ക് നവീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതിനും പറ്റിയ ഏറ്റവും നല്ല വേദി ഈ പറയുന്ന ഇന്ത്യ തന്നെയാണെന്നാണ് ഞാൻ പറയാ. അതിനുള്ള വേദി ഇവിടെ ഉണ്ട്. കാരണം എന്താണ് നന്മ എന്നും മതം മാറ്റിവെച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാമെന്നും കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമൂഹം ഇവിടെ തന്നെ ഉണ്ട്. അത് ഇവിടുത്തെ ഹിന്ദു സമൂഹമാണ്. അത് നമ്മൾ പറയുന്നു. ഇപ്പൊ നിങ്ങള് കേട്ടിട്ടുണ്ടാവും, ഇപ്പൊ യൂറോപ്പിൽ പോയിട്ട് അല്ലാഹു അക്ബർ വിളിക്കുമ്പോ അവർ ഓർഡറാന്ന് പറഞ്ഞ് മൂട്ടിനടിക്കുകയാണ്, അവനെ പിന്നെ അടുപ്പിക്കുന്നില്ല. പക്ഷെ ഇന്ത്യയിൽ അതാണോ സ്ഥിതി? അല്ലല്ലോ. ഇന്ത്യയിൽ അല്ലാഹു അക്ബർ വിളിക്കുമ്പോൾ ജയ് ശ്രീറാം തിരിച്ചു വിളിക്കുമ്പോൾ അതൊരു പ്രശ്നമാകുമ്പോൾ നിങ്ങൾ അല്ലാഹു അക്ബർ വിളിച്ചാൽ ഞങ്ങൾ ജയ് ശ്രീറാം നിർത്തും എന്ന് പറയുന്നിടത്ത് ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. അപ്പൊ മുസ്ലിമിന് ഓടാതെ ഇവിടെ തന്നെ നിന്ന് ജീവിക്കാനുള്ള അവസരം കൂടിയാണ് ഇവിടുത്തെ സമൂഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്പോഞ്ചിനസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തിനുണ്ട്, നമ്മുടെ ഭാരതത്തിനുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കാത്ത കാലത്തോളം മുസ്ലിം എങ്ങോട്ട് ഓടി രക്ഷപ്പെടും? ഒരു രാജ്യത്ത് പോലും മുസ്ലിമിന് അഭയാർത്ഥികളായി ചെന്ന് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ലോകം മാറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആളുകള് റോഹിംഗ്യൻസ് ആയിട്ടുള്ള ആളുകൾ നടുവെള്ളത്തിലാണ് ഈ പറയുന്ന ബോട്ട് മുങ്ങി ചാവുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാവുന്നത്. താങ്കളെ വിളിക്കുന്നതിന് മുമ്പ് അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തതേ ഉള്ളൂ. 500 പേരെ മുങ്ങി മരിച്ചിട്ട് ആരും ചോദിക്കാനില്ല, കരയാനില്ല, ആരും ചോദിക്കില്ല. ഇവിടെ ഉയ്ഗൂർ മുസ്ലിംസിനെ അവിടെ കൊന്നുതള്ളിക്കൊണ്ടിരിക്കുകയാണ് ചൈന. ഞാൻ ചൈനയിൽ പോയിട്ടുള്ളതാണ്. ഉയ്ഗൂർ മുസ്ലിമിന് മതം എന്താണെന്ന് അറിയ പോലില്ല. പന്നിയിറച്ചിയൊക്കെ ഹലാലാണെന്ന് പറഞ്ഞ് തിന്നുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത്. ആ രീതിയിലേക്ക് മാറിയിട്ട് ഇവിടുത്തെ മുസ്ലിം ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോ എന്നാൽ ഇന്ത്യയിൽ ഈ പറയുന്ന എല്ലാ അവസരവും ഉണ്ടായിട്ട് അത് ഇതേപോലെ മുതലെടുത്ത് അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് ഇവിടെ സാധാരണ ജീവിതം നയിക്കണമെന്ന് വിചാരിക്കുന്ന മുസ്ലിമിനെ പോലും ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ അവർ ഇരകളാക്കി വെക്കുന്ന ഒരു അവസ്ഥ ഇസ്ലാമിനും ഇസ്ലാമിക് പൊളിറ്റിക്സും കൊണ്ടുനടക്കുന്ന ആളുകൾക്കുണ്ട്. അത് മുസ്ലിങ്ങളാണ് ആദ്യം തിരിച്ചറിയണം. അത് തിരിച്ചറിയാനുള്ള അവർക്ക് അവരുടെ ശബ്ദം വേണ്ട രീതിയിൽ ഉയർത്താനും അതിനുള്ള വേദിയാക്കി മാറ്റാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനാണ് നമ്മൾ ഈ ഹോളി ക്യാമലിനെ ബിരിയാണി വെക്കണം എന്ന് ഞാൻ പറയുന്നത്. അതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കോയ കോളിംഗിന്റെ വാർഷികാഘോഷം നാളെയാണെന്നാണോ പറഞ്ഞത്? നാളെ. അതിന്റെ ഒരു ഡീറ്റെയിൽസും കൂടി പറഞ്ഞാൽ പ്രേക്ഷകർ ആ പ്രദേശത്തുള്ളവർക്ക് സഹായം, അതോ എല്ലാ ടിക്കറ്റ് അങ്ങനെ എല്ലാം ഫില്ലാണ്? ഒരു 300 രൂപ രജിസ്ട്രേഷൻ ഫീ ഉള്ള ഒരു പരിപാടിയാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6-7 മണി വരെയുള്ള ഒരു നീണ്ടു നിൽക്കുന്ന പരിപാടി. കണ്ണംകുളം ജൂബിലി മിഷൻ ഓഡിറ്റോറിയത്തിലാണ് അത് നടക്കുന്നത്, കോഴിക്കോട്. അപ്പോ അതില് നമ്മളുടെ ലൈവായിട്ടുള്ള കോയ കോളിംഗ് അതിന്റെ അവസാനത്തെ ഒരു പരിപാടിയായിട്ടുണ്ട്. അതുകൂടാതെ ഒരു നാടകം, ഏകാംഗ നാടകം അതിനകത്തുണ്ട്. അതുപോലെ മറ്റു പല കലാപരിപാടികളുണ്ട്. അതുപോലെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് പങ്കെടുക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ. ഒരു ഫാമിലി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും എങ്ങനെയാണ് ഈ മതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് തിരിച്ചറിയാനും ഒക്കെയുള്ള വേദി. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ഒരു ലോകം പരിചയപ്പെടാനുള്ള ഒരു അവസരമാണ് സത്യത്തിൽ നമ്മൾ ഒരുക്കുന്നത്. അപ്പോൾ ആ രജിസ്ട്രേഷന്റെ ഒരു ലിങ്കും കൂടി ഒന്ന് നമുക്ക്, ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചുതരാം. ശരി. അപ്പോ എന്തായാലും കോയ കോളിംഗ് വാർഷികത്തെ സംബന്ധിച്ചുള്ള ആശംസകൾ ഇപ്പോഴേ അറിയിക്കുന്നു. എപ്പോഴെങ്കിലും തിരുവനന്തപുരത്തേക്ക് ഈ പരിപാടി വാർഷികമായിട്ടല്ലാതെ തന്നെ വികസിപ്പിക്കുവാൻ നമുക്ക് എല്ലാ വർഷവും നമുക്ക് നടത്താം. അല്ല, അതിനു മുമ്പ് എന്തെങ്കിലും ഒരു പരിപാടി. കാരണം എന്താ വെച്ചാൽ ആരിഫ് പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഭാരതത്തിൽ വേണ്ട ഒരു സ്പീക്കേഴ്സ് കോർണറാണ്. മനുസ്മൃതിയെ വിമർശിക്കാനുള്ളവരും ഖുർആനെ വിമർശിക്കാനുള്ളവരും അവിടെ വരട്ടെ, പരസ്പരം സമ്മതിക്കട്ടെ. അതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കേണ്ട കാലമായിരിക്കുന്നു ഡോക്ടർ. നമുക്ക് തിരുവനന്തപുരം ഗാന്ധി സ്ക്വയർ നമുക്ക് ഒരു സ്പീക്കേഴ്സ് കോർണർ ആക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും വളരെ നന്ദി ഡോക്ടർ ആരിഫ്. ആ വിവരങ്ങളൊന്നും അയച്ചൊരു പ്രേക്ഷകരുമായിട്ട് അത് പങ്കിടാം. ഇത്രയും നേരം സംസാരിച്ചതിന് വളരെ നന്ദി. അപ്പോൾ എന്തായാലും ബി സേഫ്. താങ്ക് യു. ഇപ്പോൾ ആരിഫുമായിട്ടുള്ള സംഭാഷണങ്ങൾ കേട്ടല്ലോ. ഇത് സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഈ ആരിഫ് പറഞ്ഞതിൽ കൂടുതലൊന്നും ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല. കാരണം ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് ഈ വീഡിയോയിൽ പ്രസക്തിയില്ല. ആരിഫിൻ്റെ അഭിപ്രായങ്ങൾക്ക് മാത്രമാണ് മുൻഗണന, അത് മാത്രമാണ് പ്രസക്തം. അത് പ്രേക്ഷകർ കേട്ടു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി സുഹൃത്തുക്കളോടും പ്രിയപ്പെട്ടവരോടും ഷെയർ ചെയ്യുക, അവർക്ക് ഷെയർ ചെയ്ത് നൽകുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ, അഭിമുഖങ്ങളും
നേരിട്ടല്ലാത്ത ചോദ്യോത്തരങ്ങളും എല്ലാം തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.